അധികം നാളുകൾ ആ ചർച്ച നടന്നിരുന്നു. അത് ദേവഗൌഡ ജനതാദൾ എസിൻ്റെ ദേശീയ പ്രസിഡന്റായി ഇടതുപക്ഷ നിലപാടിനൊപ്പം നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആ ചർച്ച നടന്നിരുന്നത്. 2023 ആ ചർച്ച അവസാനിച്ചതാണ്. ഇപ്പം ചർച്ചയൊന്നും നടക്കുന്നില്ല. ഞങ്ങൾ സംസ്ഥാന നേതൃസമിതി ചർച്ച ചെയ്ത് ഏകണ്ഠമായി എടുത്ത തീരുമാനമാണ്. അതിനുശേഷം എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇതിന് അനുകൂലമായി തീരുമാനം എടുത്ത് തന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രമല്ല, ജനാധിപത്യ സോഷ്യലിസം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ജനതാദൾ എസിൽ ഇപ്പം സജീവമല്ലാത്ത ആളുകൾ കൂടി ഈ പുതിയ പാർട്ടിയിൽ ചേർന്ന് ഞങ്ങളോടൊപ്പം ചേരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ സോഷ്യലിസം എന്ന വാക്ക് ഇപ്പോൾ ഒരു തീരെ ഫാഷൻ ഇല്ലാത്ത വാക്കായി ചിലരൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആഗോളീകരണ നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ സമ്മർദ്ദത്തിൽ നമ്മുടെ മൂല്യബോധത്തിൽ നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ജനാധിപത്യ സോഷ്യലിസം എന്ന ആശയം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യസ്തമായി കോൺഗ്രസും BJP നടപ്പിലാക്കുന്ന നയങ്ങൾക്ക് എതിരായുള്ള ഒരു കൃത്യമായ ജനാധിപത്യ സോഷ്യലിസത്തിൻ്റെ മാർഗം അതിന് ഇന്ത്യയിൽ ഇന്നും പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ജനതാദൾ എസിലുണ്ടായിരുന്നവർ മാത്രമല്ല, ഈ ആശയത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന എല്ലാ ആളുകളും ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സീറ്റ് ചർച്ചയിലേക്ക് ഈ ഘട്ടത്തിൽ പോകാറായില്ലല്ലോ. RJD പല ആളുകൾ പോയിട്ടുണ്ട്, ചില ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. RJD പല ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഉണ്ടാകാൻ പോകുന്ന പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിർജ്ജീവമായി നിൽക്കുന്ന നിരവധി ആളുകളെ സജീവമാക്കാൻ, പ്രത്യേകിച്ച് ഈ BJPയുമായി ബന്ധമുണ്ടാക്കിയതിൻ്റെ പേരിൽ അത്ര സജീവ രാഷ്ട്രീയം ഏതാണ്ട് ഉപേക്ഷിച്ച് മട്ടി നിൽക്കുന്ന നിരവധി ആളുകളെ സജീവമാക്കാൻ ഈ പുതിയ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. സീറ്റ് ചർച്ചകളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ഇതുവരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു ഘടകത്തിലും ആരും ഇതുവരെ വിയോജിപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ പുതുതായി രൂപീകരിക്കുന്ന ഒരു പാർട്ടിയിൽ ചേരണമെന്ന് ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് ആശയപരമായൊരു വ്യക്തതയോടുകൂടിയാണ്, വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ്, സംഘടനാപരമായ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ഒരു നിലപാടിലേക്ക് പോകുന്നത്. എല്ലാവരും ഒപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ പുതിയ പാർട്ടി മറ്റു സംസ്ഥാനങ്ങൾ, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നാളെ ഉണ്ടാവുമോ പുതിയ പാർട്ടിയിൽ? ഇപ്പൊ നമുക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ചില ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ പാർട്ടിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴയ ജനതാദൾ എസിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ജനതാദൾ എസ് എടുത്ത നിലപാടിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ നേരത്തെ ഒരു സംവിധാനം ഒരുക്കി ബദൽ ജനതാദൾ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങൾ അതിനോട് യോജിച്ചില്ല. ഒരുമായി ബന്ധപ്പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ അവരെയും ഞങ്ങൾ ഈ മുന്നേറ്റത്തിൽ ഭാഗവാക്കാക്കും. കോൺഗ്രസ് സീറ്റല്ല, 140 സീറ്റിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണമല്ലോ. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഞങ്ങൾ പോയിട്ടേ ഇല്ല. നിങ്ങൾ ഒരു സീറ്റിൽ മാത്രം നിൽക്കാതെ 140 സീറ്റുണ്ട്. അത് ഏതൊക്കെ സീറ്റ് മത്സരിക്കും, എവിടെയൊക്കെ മത്സരിക്കില്ല എന്നൊന്നും തീരുമാനിക്കാറായില്ലല്ലോ. അത് അദ്ദേഹമല്ല പറയേണ്ടത്, പാർട്ടിയാണ് പറയുന്നത്. അത് അദ്ദേഹമല്ല പറയേണ്ടത്, അത് പാർട്ടിയാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കാണും. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വകാര്യമായി പറഞ്ഞോട്ടെ. അദ്ദേഹം മത്സരിക്കുക വേണ്ടിയോ എന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം പാർട്ടി പറഞ്ഞോട്ടെ. എല്ലാ ജില്ലാ കമ്മിറ്റികളും ചർച്ച ചെയ്തിട്ടുണ്ട്, സംസ്ഥാന നിർവാഹക സമിതി ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അനുകൂലമായി തീരുമാനങ്ങൾ അതാത് സ്ഥലത്ത് പ്രാദേശികമായി വാർത്തകൾ കൊടുത്തിട്ട് 14 ജില്ലാ കമ്മിറ്റികളും ഇതിനോട് ആഭിമുഖ്യം പുലർത്തി തീരുമാനമെടുത്തു. ഏകണ്ഠമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് പങ്കെടുക്കാതെ വേറെ എവിടെയും സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല. ചില ആളുകൾ ചിലപ്പോൾ കണ്ടില്ലാതെ വരും. പക്ഷേ നമുക്ക് ഈ ഒരു മുന്നേറ്റത്ത് നമുക്ക് താത്തു വെക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയെ വിലയിരുത്തൽ നടത്തിയതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ കഴിഞ്ഞ LDF യോഗത്തിൽ തന്നെ ആമുഖമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വിശദമായ ചർച്ച പിന്നീടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് പിന്നീട് ചർച്ച ചെയ്യുമ്പോൾ ആ LDF യോഗത്തിൽ ചർച്ച ചെയ്തതിന് മുമ്പ് ഞാൻ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില സൂചനകൾ കഴിഞ്ഞ യോഗത്തിൽ തന്നെ വെച്ചപ്പോഴാണ്
എല്ലാ പാർട്ടികളും കൂടി ചർച്ച ചെയ്തിട്ട് വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ LDFിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു ഉചിതമാവില്ലല്ലോ. ഏതിന്? ഇല്ല, അങ്ങനെ വ്യവസ്ഥകളൊന്നുമില്ല. ഇപ്പോൾ വ്യവസ്ഥകളൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾ പുതുമുഖങ്ങളെ കിട്ടുകയാണെങ്കിൽ പുതുമുഖങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കും. നിങ്ങൾ അന്വേഷിക്കുക, ഏതൊക്കെ സീറ്റാണ് കിട്ടുന്നതെന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെയുള്ള സാധ്യതകൾ പരിശോധിച്ച് നോക്കും. ടേം വ്യവസ്ഥകളില്ല. ആ തലത്തിലുള്ള ചർച്ചയിലേക്ക് പോയില്ല. ഇനി ISCയുടെ കമ്മിറ്റി കൂടിയിട്ടാണല്ലോ ഞങ്ങൾ പുതിയ 17-ാം തീയതി കഴിഞ്ഞാലല്ലേ പുതിയ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ കമ്മിറ്റികൾ നിലവിൽ വന്ന് കൂടി ചർച്ച ചെയ്തതിന് ശേഷം വേണം സീറ്റുകൾ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ പോകാൻ. അന്ന് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ, ഈ ചില ആളുകളിൽ ഞങ്ങളുടെ അനുഭാവികളായ കൃത്യമായി ഞങ്ങളുടെ പാർട്ടി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകൾ ചേർന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷന് വേണ്ടി 1.5 കൊല്ലത്തിൽ അധികം 2 കൊല്ലത്തോളം എടുക്കേണ്ടി വന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ കാട്ടിയ മനഃപൂർവ്വമാണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. വലിയ തോതിലുള്ള, പക്ഷേ ഒരു വസ്തുതയുണ്ട്. 2025 ഞാൻ അറിഞ്ഞിടത്തോളം, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്, 2 പാർട്ടികൾക്ക് മാത്രമേ ഇന്ത്യ രാജ്യത്ത് പുതിയ രജിസ്ട്രേഷൻ കൊടുത്തുള്ളൂ. തമിഴ്നാട്ടിലെ വിജയുടെ പാർട്ടിക്കും ഈ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന ഈ പാർട്ടിക്കും മാത്രമേ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പുതുതായി രജിസ്ട്രേഷൻ കൊടുത്തുള്ളൂ എന്നാണ് എൻ്റെ അറിവാണ്. കൃത്യമായി പറയാൻ ഞാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, നിരവധി പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്തു. ഞങ്ങൾ പുതുതായി സ്വീകരിക്കുന്ന ചിഹ്നം, അല്ല പതാക, ചിഹ്നത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചക്രമാണ് ചോദിച്ചത്. ജനതാദളിൻ്റെ പഴയ ചിഹ്നം കിട്ടുമെന്നറിയില്ല. പക്ഷെ പതാകയിലെ ചിഹ്നം വ്യത്യസ്തമാണ്. പതാക പൗതി പച്ചയും പൗതി വെള്ളയുമായുള്ള പതാകയാണ്. നേരത്തെ ഉള്ളത് 3 ഭാഗം, 2 ഭാഗം പച്ചയും നടുക്ക് വെള്ളയും, അതിൽ ചിഹ്നവുമായിരുന്നു. ഇത്തവണ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഭാഗം പച്ചയും രണ്ടാമത്തെ ഭാഗം വെള്ളയും. ആ പച്ചയിൽ ഒരു ഗിയർ ചക്രം, ചക്രത്തിനുള്ളിൽ ഇല, ഇതായിരിക്കും ഞങ്ങളുടെ പതാകയിലെ ചിഹ്നം. തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഇത് പച്ച നിറം കർഷകരെയും പ്രകൃതിയെയും സൂചിപ്പിക്കുന്നതാണ്. ഗിയർ ചക്രം തൊഴിലാളി വർഗത്തെയും വ്യവസായത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇല കൃഷിയും പരിസ്ഥിതിയും ഗ്രാമീണ ഇന്ത്യയും. വെളുപ്പ് സമാധാനവും സത്യവും. അങ്ങനെ ഈ പതാക കർഷക തൊഴിലാളി ഐക്യം, സോഷ്യലിസ്റ്റ് ആശയധാര, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ അടയാളപ്പെടുത്തുന്ന ഒരു പതാകയാണ് ഞങ്ങൾ പതാകയായി സ്വീകരിക്കുന്നത്. പാർട്ടി ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിച്ചു തരേണ്ടത്. അത് ഞങ്ങൾ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസിൻ്റെ തന്നെ പതാകയിലെ ചിഹ്നം ചർക്കയാണ്, പക്ഷേ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ്. അപ്പം പതാകയിലെ ചിഹ്നം തെരഞ്ഞെടുപ്പ് ചിഹ്നവും മാറാം. ചോദിക്കട്ടെ. അപ്പം പുതിയ പാർട്ടിയുമായി സഹകരിക്കുക, എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് മിനിസ്റ്റർക്ക് അത് പറയാനുള്ള അവകാശമില്ല. മിനിസ്റ്റർക്ക് നല്ല എനിക്കും പറയാനുള്ള അവകാശമില്ല. പാർട്ടിക്ക് ഏതൊക്കെ സീറ്റുകൾ എവിടെയൊക്കെ മത്സരിക്കണം, പിന്നെ അവിടെ ആരാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ആ ഘട്ടത്തിൽ മിനിസ്റ്ററുടെ ആഗ്രഹങ്ങൾ പറയും. അത് പത്രക്കാരോട് പറയുന്നതിന് മുമ്പ് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്യും ആ സമയത്ത്. അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇവിടെ വെച്ച് മത്സരിപ്പിക്കാനും മത്സരിപ്പിക്കാതിരിക്കാനും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.